ചരിത്രത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണണം. ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. എങ്ങനെയാണ് ചരിത്രത്തിൽ ദൈവം ഇടപെട്ടത്? എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവമെന്നൊരു പ്രയോഗമില്ല. പക്ഷെ ആ പുസ്തകത്തിലും യഹൂദന്മാർക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റത് വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ചരിത്ര പുസ്തകങ്ങൾ അവഗണിക്കരുത്. ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യത്യസ്ത ഓഥേഴ്സിലൂടെ നമ്മുടെ കരത്തിൽ തന്നിരിക്കുകയാണ്. അപ്പൊ ഇത് ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ചാൽ ഒന്നാമത്തെ രാജാവ് ശൗലായിരുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ അദ്ദേഹം വിശ്വസ്തനല്ലാതെ ദൈവം സോളിനെ നീക്കം ചെയ്തു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദാണ് രംഗത്തിലേക്ക് പിന്നെ വരുന്നത്. അതിനുശേഷം ദാവീദിന്റെ മകനായ സോളമൻ രംഗത്ത് വരുന്നു. സോളമന്റെ കാലഘട്ടത്തിൽ ദൈവം സോളമനെ അനുഗ്രഹിച്ചു. നമുക്കതറിയാം. ലോകത്തിൽ വേറെ ആർക്കും ഇല്ലാത്ത ജ്ഞാനം അദ്ദേഹത്തിന് ദൈവം കൊടുത്തു. പക്ഷെ ഈ ജ്ഞാനിയായ മനുഷ്യൻ ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചു. അത് നിമിത്തം ദൈവത്തിൻ്റെ കോപം അവർക്ക് നേരെ ജ്വലിച്ചു. ഇസ്രായേൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. അത് നമുക്ക് കാണാൻ കഴിയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ് സോളമൻ ദൈവത്തിനെതിരെ പാപം ചെയ്തതായി നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ വിധി അവിടെ കാണാൻ കഴിയും. 2 പ്രധാനപ്പെട്ട പാപങ്ങൾ. ഒന്ന്, ദൈവഹിതമല്ലാതെ ഒരിക്കലും താൻ എടുക്കരുതാഞ്ഞ ഭാര്യമാരെ താൻ എടുത്തു. 2, അവരുടെ ദൈവങ്ങളെ പോയി ആരാധിച്ചു. ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിക്കുകയും. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും. ജ്ഞാനിയാണ്, പക്ഷേ ഇവിടെ ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചു. അടുത്ത വാക്യം, 10-ാം വാക്യം. ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ അവനോട് കോപിച്ചു. യഹോവ ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എന്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കൊണ്ട് ഞാൻ രാജത്വം നിങ്കിൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. ഞാൻ രാജത്വം നിങ്കിൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. എന്നിട്ട് 12-ാം വാക്യത്തിൽ, എങ്കിലും നിന്റെ അപ്പനായ ദാവീദ് നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല, എന്നാൽ നിന്റെ മകന്റെ കയ്യിൽ നിന്ന് അതിനെ പറിച്ചു കളയും. അപ്പന്മാർ ക്രമം കെട്ട് നടന്നാൽ മക്കൾ കൊയ്യുന്ന കാര്യം ഇതിനകത്തുണ്ട്. അപ്പൻ ദൈവഹിതപ്രകാരം നടന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന നന്മയുമുണ്ട്. ശരിയാണ്, ദാവീദ് തൻ്റെ ജീവിതത്തിൽ പാപം ചെയ്തു.
എന്നത് ശരിയാണ്. അപ്പോൾ തന്നെ ദാവീദ് ദൈവസന്നിധിയിൽ ദൈവാലോചനയുടെ മുൻപിൽ ദൈവഭയത്തിൽ അനുദപിച്ചു. അതുകൊണ്ട് വിശുദ്ധ രേഖകൾ പറയുന്നത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, he was quick to repent and get reconciled with God. ദാവീദ് നിമിത്തം ഇപ്പൊ നിന്നെ അടിക്കത്തില്ല, മകന്റെ കാലത്ത് ഞാൻ അടിക്കും. അപ്പൊ സോളമൻ ചെയ്തതിന് സോളമന്റെ സന്തതി വില കൊടുത്തേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് നിമിത്തം ഇസ്രായേൽ രണ്ടായി തിരിഞ്ഞു. ഒന്ന്, വടക്കേ ദേശം, നോർത്തേൺ കിങ്ഡം. അവിടെ 12 ഗോത്രത്തിൽ 10 ഗോത്രമുണ്ട്. അവരുടെ തലസ്ഥാനം ശമരിയായിരുന്നു. അത് ഭരിച്ചത് യെരോബെയാം. തെക്കേ ദേശം യഹൂദ. 2 ഗോത്രങ്ങൾ, ബെന്യാമീനും യഹൂദയും അവിടെയുണ്ട്. അതാദ്യം രെഹോബെയാമാണ് ഭരിച്ചത്. അതിൻ്റെ തലസ്ഥാനം യെരുശലേം ആയിരുന്നു. ഇങ്ങനെ ഇസ്രായേൽ രണ്ടായിട്ട് തിരിഞ്ഞു. എന്നിട്ടും ഇവര് പിന്നെയും ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്തു തുടർന്നു. വടക്കേ ദേശം ആയ ഇസ്രായേൽ, ശമരിയ തലസ്ഥാനമായ വടക്കേ ദേശം, അവർ വിഗ്രഹാരാധികളും അസാൻമാർഗികമായ കാര്യങ്ങൾ ചെയ്തത് നിമിത്തം ഇവരെ BC 722 അസീറിയക്കാർ വന്ന് പിടിച്ച് അവർ എക്സൈലിലേക്ക് പോയി, പ്രവാസികളായി പോയി. ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് തെക്കേ ദേശമാകുന്ന യഹൂദ. അവർക്ക് വേണേൽ മാനസാന്തരപ്പെടാമായിരുന്നു, പക്ഷെ മാനസാന്തരപ്പെട്ടില്ല. 150 200 വർഷം കഴിഞ്ഞപ്പോൾ അവരെയും ദൈവം അടിച്ചു. ബാബിലോൺകാർ അവരെ പിടിച്ചു, അവരെ പ്രവാസികളായി കൊണ്ടുപോയി. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം, വടക്കേ ദേശം അസീറിയക്കാരുടെ കൂടെ ലയിച്ചു, അവര് അങ്ങനെ അങ്ങ് ചേർന്നു പോയി. എന്നാൽ തെക്കേ ദേശം അവരുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തു. 70 വർഷത്തിന് ശേഷം അവരവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു. ഇവിടെ ഒരു ചെറിയ ദൂത് പറഞ്ഞു മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ ന്യായവിധിയും ദൈവം ഇടപെടുന്നതും തെക്കേ ദേശം മനസ്സിലാക്കി തെറ്റായ വഴിയിൽ നിന്ന് അവർ മാറേണ്ടിയിരുന്നു. പക്ഷെ അവരും വിഗ്രഹാരാധനയിൽ തുടർന്നു. ഇതുകൊണ്ട് അവരെയും ദൈവം ന്യായം വിധിച്ചു. ഇതിവിടെയുള്ള ദൈവജനം മനസ്സിലാക്കണം. വഴിതെറ്റിപ്പോകുന്നവർക്കുണ്ടാകുന്ന ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ നാം അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അതിനകത്തൊന്ന് മാറണം. മാറിയില്ലെങ്കിൽ ദൈവം അതിനും ന്യായവിധി കൊണ്ടുവരും. ദൈവത്തിന് മുഖപക്ഷമില്ല. എല്ലാ യൗവനക്കാരത്തികളും യൗവനക്കാരും എല്ലാം ഇത് മനസ്സിലാക്കണം. അപ്പൊ ഇവര് പ്രവാസികളായി പോയി. യഹൂദ എക്സൈലിൽ പോയത് BC 586 എന്നാൽ വടക്കേ ദേശത്തിൽ നിന്ന് വ്യത്യസ്തമായി തെക്കേ ദേശം അവർ 70 സംവത്സരത്തിന് ശേഷം അവരവരുടെ ദേശത്ത് മടങ്ങി വന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നത് 3 ഗ്രൂപ്പുകളായിട്ടാണ്.
3 വ്യക്തികളുടെ നേതൃത്വത്തിലാണ് അവർ വരുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് BC 538 സെരുബാബേൽ എന്ന നേതാവിന്റെ നേതൃത്വത്തിലാണ് അവർ മടങ്ങി അവരുടെ ദേശത്ത് വരുന്നത്. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വരെ നിങ്ങൾ വായിച്ചാൽ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സെരുബാബേൽ എന്ന് പറയുന്നത് ഒരു പ്രിൻസ് ആയിരുന്നു. ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്, പിന്നീട് ഞാനത് വ്യക്തമാക്കിക്കൊള്ളാം. അദ്ദേഹം ഇങ്ങനെ ഒരു സംഘവുമായിട്ട് പോകുന്നത് പേർഷ്യൻ രാജാവാകുന്ന കോരേശിന്റെ അനുവാദത്തോടെയാണ്, പ്രഖ്യാപനത്തോടെയാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് ഇപ്പൊ ചരിത്രമാണ്. ചരിത്രത്തിൽ ദൈവത്തിന്റെ കരം. 70 സംവത്സരത്തിന് ശേഷം അവർ മടങ്ങി വരുമെന്ന് പ്രവാചകരിലൂടെ അരുളി ചെയ്തതനുസരിച്ച് അവരെ ദൈവം മടക്കി കൊണ്ടുവരികയാണ്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പാണ് സെരുബാബേൽ എന്റെ നേതൃത്വത്തിൽ വന്നത്. അപ്പം പല വർഷങ്ങൾ ധാരാളം അവർക്ക് ഓപ്പോസിഷൻസ് പ്രത്യേകിച്ച് ശമരിയക്കാരിലൂടെ ഉണ്ടായി. എന്നാൽ അവർ അവരുടെ ദേവാലയത്തെ റീബിൽഡ് ചെയ്തു. ദേവാലയം അവർ പണിതു 515 BC. രണ്ടാമത്തെ ഗ്രൂപ്പ് എസ്രാ പുരോഹിതന്റെ, എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ 458 BC മടങ്ങി വരുന്നത്. ഇതിനെക്കുറിച്ച് എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്നവർ ദേവാലയത്തെ പണിതു. എസ്രായുടെ നേതൃത്വത്തിൽ വന്ന ആളുകൾ, പ്രത്യേകിച്ച് എസ്രാ പുരോഹിതൻ, ദൈവവചനത്തിലൂടെ അവരുടെ മടങ്ങി വന്നവരിലും അവിടെ താമസിക്കുന്നവരിലും ഒക്കെ ഉണ്ടായിരുന്ന ധാർമ്മിക അധപ്പതനത്തിന് റിഫോംസ് കൊണ്ടുവന്നു. ദൈവവചനപ്രകാരം അവരെ യഥാസ്ഥാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ ചിന്തിക്കുന്നവരുണ്ട്, എന്താ പാടെ ഇത് ദൈവവചനം, കോട്ടേജ് മീറ്റിംഗും ദൈവവചനം, ഇത് സൺഡേ സ്കൂളും ദൈവവചനം, എല്ലാം ദൈവവചനം. ദൈവവചനത്തിലൂടെയാണ് ആളുകൾ രക്ഷിക്കപ്പെടുന്നത്. ദൈവവചനത്തിലൂടെയാണ് ആളുകൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. ദൈവവചനത്തിലൂടെയാണ് ദൈവത്തിന്റെ മനസ്സ് നമ്മൾ അറിയുന്നത്. ഈ 66 പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന്റെ മനസ്സാണ്. ഒത്തിരി ആളുകൾ ചിന്തിക്കുന്നത്, എനിക്ക് ദൈവാലോചനയൊന്ന് അറിയണം. ഏത് പ്രവാചകന്റെ അടുത്ത് പോകണം? ദൈവാലോചന അറിയണം. പ്രാർത്ഥനയോടെ ദൈവവചനം വായിച്ചാൽ എല്ലാ ദിവസവും ദൈവം സംസാരിക്കും. ഇന്ന് രാവിലെയും ദൈവം ഈ ധ്യാനിക്കുന്ന വചനത്തിലൂടെ സംസാരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അതിലൂടെ ചിലരുടെ തെറ്റിദ്ധാരണ മാറണം. അല്ലാതെ പാസ്റ്റേഴ്സ് പ്രൊഫഷണല്ല, അവർക്ക് ശമ്പളമൊക്കെ നമ്മൾ കൊടുക്കുന്നില്ലേ, ഇനിയുള്ള 1 മണിക്കൂർ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, അതിനല്ല വചന ശുശ്രൂഷ. അത് നമ്മുടെ സഹോദരന്മാരോട് പറഞ്ഞാൽ ഇവർ പാട്ട് പാടത്തില്ലായിരുന്നു, നമുക്കെല്ലാം കൂടെ കൈയടിച്ച് പാടിയാൽ മതിയായിരുന്നല്ലോ. അല്ല, അതായിരുന്നു പലപ്പോഴും വേണ്ടിയത്. പലയിടത്തും അതാണ് നടക്കുന്നത്. അതിനു പകരം ദൈവത്തിന്റെ മനസ്സാണ്. ഇപ്പൊ ചരിത്രത്തിൽ ദൈവം എങ്ങനെയാ പ്രവർത്തിച്ചത് എന്നുള്ളത് കാണുമ്പോഴാണ് ഇങ്ങനെയാ ദൈവത്തിന്റെ ഹിതമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒന്നാമത്തെ നേതാവ് ആരാധനയ്ക്കുള്ള ക്രമീകരണങ്ങൾ വരുത്തി. ശക്തമായ എതിർപ്പിന്റെ നടുവിൽ അവർ പ്രവർത്തിച്ചു. അവരുടെ ആലയം അവർ പണിതു. രണ്ടാമത്തെ നേതാവ് വന്നപ്പോൾ ധാർമ്മികമായ അധപ്പതനങ്ങളെ മാറ്റുന്ന ശുശ്രൂഷകൾ അവിടെ ചെയ്തു. അവര് പലരും ഇന്റർമാരിയേജുകളൊക്കെ നടന്നിരുന്നു. അവിശ്വാസികളുമായി ഇണയില്ലപ്പണ കൂടി. അതിനൊക്കെ എതിരെയുള്ള ഉപദേശങ്ങൾ അവിടെ കൊടുക്കുന്നു. എസ്രാ ശാസ്ത്രി അനുഗ്രഹീതനായ
ഒരു ബൈബിൾ എക്സ്പോസിറ്റർ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്റർ മാരേജ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ശ്രദ്ധിച്ചു കേൾക്കണം എന്നെ. ഇന്റർ കാസ്റ്റ് അല്ല ഞാൻ പറയുന്നത്, ഇന്റർ ഫെയ്ത്ത് ആണ് വിലക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? അവിശ്വാസിയുമായി ഇണയില്ല, പിടകൂടരുത്. എന്റെ കാസ്റ്റ് അല്ല മറ്റേ ആൾ, ഡസന്റ് മാറ്റർ. ദൈവ പൈതലാണെങ്കിൽ നിർബന്ധമായി അങ്ങനെ കഴിക്കണമെന്നല്ല പറഞ്ഞത്. ചിലർ അങ്ങനെ അങ്ങ് ചടിക്കും. ദൈവാലോചനയിൽ ദൈവഹിതപ്രകാരം അങ്ങനെ. ഇന്റർ കാസ്റ്റ് അല്ല വചനം വിലക്കിയിരിക്കുന്നത്. Let us have a very clear understanding about that. ഇന്റർഫെയ്ത്ത് ആണ് വിലക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മാതാപിതാക്കളെല്ലാം മനസ്സിലാക്കണം. ആൺകുട്ടികൾ, പെൺപിള്ളാര് എല്ലാം മനസ്സിലാക്കിയിരിക്കണം. പറയാനങ്ങ് വരിക, അങ്ങ് പറയുക. ഞാൻ ചുമ്മാതെ സ്കൂളിലും കോളേജിലും പോയി പ്രേമം എന്ന് പറഞ്ഞ് പ്രേമിക്കാൻ പോകരുത്. മനസ്സിലായോ? അതൊക്കെ വലിയ അപകടത്തിൽ കൊണ്ട് നമ്മളെ എത്തിക്കും. ഇപ്പൊ ഇതിന്റെ അർത്ഥം ഫരീസയന്മാരെ പോലെ ആരെങ്കിലും ആണുങ്ങളെ കണ്ടാലോ പെണ്ണുങ്ങളെ കണ്ടാലോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോർമലാണ് സംസാരിക്കണം. പക്ഷേ എല്ലാത്തിനും ഒരു ദൈവ പൈതലിന് പരിമിതികളുണ്ട്. ആ ബൗണ്ടറിക്കപ്പുറം വാക്കുകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ പോകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. സാന്ദർഭികമായി അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ കൂട്ടര് വന്നത് BC 444 എന്ന് പറഞ്ഞാൽ എസ്ര പുരോഹിതന്റെ നേതൃത്വത്തിൽ കടന്നു വന്ന ശേഷം 14 വർഷങ്ങൾക്ക് ശേഷം നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് കടന്നു വരിക. ഇവരാണ് ഈ പട്ടണത്തിന്റെ വാൾസ് അവർ റീബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അവരത് ചെയ്തു, നമുക്കതറിയാം. ഒത്തിരി വർഷങ്ങൾ അനേകര് പരിശ്രമിച്ചിട്ടും യെരുശലേമിനെ ചുറ്റി നിന്ന മതിലുകൾ പണിയാൻ കഴിയാതെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായി. എന്നാൽ ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ 52 ദിവസം കൊണ്ട് മതില് പണിതവർ പൂർത്തീകരിച്ചു. ഇതിനകത്ത് ഭയങ്കര ഒരു ദൂതുണ്ട്. ധാരാളം വർഷങ്ങൾ പല ആളുകൾ പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം ഒരു പ്രാർത്ഥന മനുഷ്യൻ 52 ദിവസം കൊണ്ട് നടത്തിയെന്നാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായ എതിർപ്പ്. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. സൻബലത്ത്, തോബിയാവ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എല്ലാ രീതിയിലും അവരുടെ പണിയെ ഉഴപ്പാൻ നോക്കി. അപ്പൊ ഇത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് കാണുമ്പോൾ വ്യക്തിപരമായി നമുക്കും ദൈവസഭയ്ക്കും ഇത് അപ്ലൈ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. മതിൽ എന്തിനെയാണ് കാണിക്കുന്നത്? എന്താണ് വിഷയം? ഇവ മതിലില്ലേ എന്നെ ആരാധന നടക്കത്തില്ലേ? ദേവാലയം ഉണ്ടല്ലോ, ദേവാലയമുണ്ട്. യെരുശലേമിന്റെ മതിലെന്ന് പറഞ്ഞാൽ മതിലില്ലെങ്കിൽ ശത്രുവിന് ഏത് സമയത്തും കയറി അവരെ ആക്രമിക്കാം. അവർ സെക്യൂർ അല്ല. അക്ഷരിക മതിലായത്. ആത്മീക മതിലുണ്ട്. ദൈവസഭയുടെ വേർപാടിന്റെ മതില്, വിശുദ്ധിയുടെ മതില്.
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യണം. നമ്മിൽ വ്യാപരിക്കുന്ന ആ ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. അത് ഇല്ലാതെയാകത്തക്കവണ്ണം, ലോകമകത്ത് കയറാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു മതിലായി ഇതിനെ ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റിനും ഒരു മതിൽ, നമുക്ക് ചുറ്റിനും, ചർച്ചിന് ചുറ്റിനും ഈ മതിലുണ്ട്. ലോകം ചർച്ചിനകത്ത് കയറരുത്. ലോകത്തിലാണ് ചർച്ച്, പക്ഷെ ചർച്ചിനകത്ത് ലോകം കയറരുത്. ഞാൻ ഇപ്പോൾ സംസാരിച്ചത് NLAGയെ കുറിച്ചാണ്. എന്നാൽ ചർച്ച് എന്നുള്ളത് ഒരു വൈഡർ കൺസെപ്റ്റിൽ എടുക്കുക, യൂണിവേഴ്സൽ ചർച്ച്. അങ്ങനെ എടുത്താൽ ലോകം ഇന്ന് പലയിടത്തും കയറിക്കഴിഞ്ഞു. എന്തുകൊണ്ട്? പ്രാർത്ഥിക്കുന്ന നെഹമ്യാമാര് രംഗത്ത് വരുന്നില്ല. പ്രാർത്ഥിക്കുന്ന നേതൃത്വങ്ങൾ ഇല്ലാതെ പോകുന്നത് കൊണ്ട് ലോകവുമായിട്ടൊരു കോംപ്രമൈസിലേക്ക് പലയിടങ്ങളിൽ ദൈവസഭകൾ വരുന്നു. ഈ അബദ്ധം നമുക്ക് പറ്റരുത്. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പ്രധാന വിഷയം അതാണ്. പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ഇത് പറ്റുള്ളൂ. പ്രാർത്ഥിക്കാത്തവന് കൊണ്ട് നടക്കത്തില്ല. ഹി വിൽ ഫെയിൽ. നെഹമ്യാവ് എന്ന മനുഷ്യനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വാക്യങ്ങളിലേക്ക് വരാം. ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം കൺസോലേഷൻ ഓഫ് ജഹോവ, ദൈവത്തിന്റെ കംഫോർട്ട് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് നെഹമ്യാവ് എന്നുള്ള വാക്ക്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, സെരുബാബേൽ ഒരു പ്രിൻസ് ആയിരുന്നു. എസ്ര ഒരു പുരോഹിതനാണ്, ശാസ്ത്രിയാണ്. ഹൂ ഈസ് നെഹമായ? നെഹമായ ഈസ് എ നോബഡി. എന്ന് പറഞ്ഞാൽ മറ്റ് ശുശ്രൂഷകളൊന്നുമില്ല. ഔദ്യോഗികമായി ഹി വാസ് ദ കപ്പ് ബെയറർ ടു ദ കിങ്. അദ്ദേഹത്തിന് മറ്റ് ആത്മീക പരിചയങ്ങളില്ല. ആത്മീക പരിചയങ്ങളില്ലാത്തവരെയും ഉപയോഗിക്കുന്ന ഒരു ദൈവത്തെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എസ്രാ ശാസ്ത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സെരുബാബേലിന് പറയാനുണ്ട്. ബട്ട് നെഹമായ വാസ് എ ലേ പേഴ്സൺ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാധാരണ വിശ്വാസി. ആ സാധാരണ വിശ്വാസി വർഷങ്ങൾ യഹൂദരെ കൊണ്ട് ചെയ്യാൻ കഴിയാഞ്ഞത് ഇദ്ദേഹം പ്രാർത്ഥിച്ചത് നിമിത്തം ദൈവത്തിന്റെ കരം അനുകൂലമായി ആ ദേശത്ത് അവർ മതിൽ പണിതു. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് വലിയ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടുകളില്ല, ഞങ്ങൾ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, ഒരു പ്രസംഗം പോലും പ്രസംഗിച്ചിട്ടില്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ മതിലുകൾ പണിയുവാൻ തങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. You can be used if you will pray. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കുന്നവനാണ് ദൈവത്തിന്റെ കരത്തിലെ ഉപകരണം. പ്രാർത്ഥിക്കുന്നത് ടൈം വേസ്റ്റ് അല്ല കേട്ടോ. മതിയടി, മതി, പ്രാർത്ഥിച്ച് മതി, നമുക്ക് പോവാം, അതല്ല പ്രാർത്ഥന. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. നമുക്ക് ആകെ കൂടെ അറിയാമെന്നത് ഹക്കല്യാവിന്റെ മകനാണെന്നും ഹനാനി എന്ന് പറയുന്ന ഒരു സഹോദരനെന്നും ഉണ്ട് എന്നും മാത്രമേ അറിയത്തുള്ളൂ. നെഹമ്യാവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം, ഇദ്ദേഹം ജനിച്ചത് പ്രവാസത്തിലാണ്, ഇദ്ദേഹം വളർന്നത് പ്രവാസത്തിലാണ്, ഇദ്ദേഹം യെരുശലേം ഒരിക്കൽ പോലും കണ്ടിട്ടുള്ളവനല്ല. ആ മനുഷ്യന്റെ അകത്താണ് ദൈവം ഒരു ബർഡൻ കൊടുക്കുന്നത്. പ്രവാസത്തിൽ ജനിച്ചയാള്. But because he was a man of prayer, God used him. Praise the Lord. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് മാറണം കേട്ടോ. ആ വ്യക്തിപരമായ ശുഷ്കിച്ച അനുഭവങ്ങൾ മാറി
We must return to passionate, zealous prayer. Praise the Lord. 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. ഇത് നമുക്ക് അദ്ദേഹത്തിനാണ് കിങ്സ് കപ്പ് ബെയറർ. അപ്പൊ അദ്ദേഹം ഒരു നമ്മുടെ ഭാഷ പറയാം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ പറഞ്ഞതേ ഉള്ളൂ. രാജാവിന്റെ കപ്പ് ബെയറർ. പക്ഷെ അതൊരു ഭയങ്കര സ്ട്രാറ്റജിക് പൊസിഷനാണ്. അതെന്താണ്? ആരെയെങ്കിലും ഒന്നും ആ സ്ഥാനത്തേക്ക് ഒരു രാജാവും കൊണ്ടുവരികയില്ല. ആ ആള് കാണാൻ നല്ല പേഴ്സണാലിറ്റി ഉള്ളവനായിരിക്കണം. മാത്രമല്ല ലൈഫ് റിസ്കിലാണ്. രാജാവ് ഏത് ഭക്ഷണം കഴിച്ചാലോ ഏത് വീഞ്ഞു കുടിച്ചാലോ ആദ്യം ഈ പാനപാത്രവാഹകനാണ് അത് ടേസ്റ്റ് ചെയ്യേണ്ടത്. ആ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരെ കൊല്ലുവാൻ പോയിസണിങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിഷം കൊടുത്ത് കൊല്ലും. അപ്പൊ രാജാവിന്റെ ഭക്ഷണത്തെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കും. നെഹമ്യാവ് ചത്തില്ലെങ്കിൽ രാജാവ് കഴിക്കും. ഇത് നിമിത്തം രാജാവുമായിട്ട് നല്ലൊരു ബന്ധം തനിക്കുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും രാജാക്കന്മാർ അഭിപ്രായം കപ്പ് ബെയറേഴ്സിനോട് ചോദിക്കും. ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിക്കായി ഉള്ള ഒരു പൊസിഷൻ തനിക്ക് ദൈവത്താൽ തന്നെ ഉണ്ടായി. നമ്മൾ ഇത് മനസ്സിലാക്കണം. ഈ മനുഷ്യന് ഒരു ഹൈ റിസ്ക് ജോബിന് ഇറങ്ങുകയാണ്. തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല മതിൽ പണിയുക എന്നുള്ളത്. താൻ കംഫർട്ടിലാണ്, താൻ ലക്ഷറിയിലാണ്. തനിക്ക് പ്രത്യേകിച്ച് യാതൊരു നിലയിലും ഒരു പോരായ്മയും ജീവിതത്തിലില്ല. ആ മനുഷ്യന് തൻ്റെ ജോലിയുടെ റിസ്ക് മനസ്സിലാക്കി അതിനപ്പുറത്ത് യഹൂദൻ നിന്ദിതനായി കിടക്കുന്നു. ദൈവത്തിന്റെ ജനം, ദൈവവുമായി ഉടമ്പടി ബന്ധത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ നിന്ദയെ മാറ്റാൻ ശുശ്രൂഷ ആത്മനിയോഗത്തിൽ ഏറ്റെടുക്കുന്ന അനുഭവമാണ്. ദൈവം ഏതെങ്കിലും സ്ഥാനത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെക്കാൾ വലുതല്ല സ്ഥാനം. ദൈവത്തെക്കാട്ടി വലുതല്ല സ്ഥാനം. ദൈവമാണോ സ്ഥാനം തന്നത്? അയ്യോ, ദൈവം എൻ്റെ കുഞ്ഞിനെ മാനിച്ചു അന്നോ? എന്നാൽ അത് ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. രാജാവുമായിട്ടുള്ള ഈ ബന്ധം അതിനുപയോഗിച്ചു. ദാനിയേൽ അതിനുപയോഗിച്ചു. ജോസഫ് അതിനുപയോഗിച്ചു. സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷൻസിൽ ദൈവം ആരെയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഗോഡ് വാണ്ട്സ് യു യൂസ് യു ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അരിമേത്യയിലെ യോസഫിനെ, നിക്കോദിമോസിനെ എല്ലാം അതിനാണ് ദൈവം ആക്കി വെച്ചത്. അല്ല, ജോലിക്കൊക്കെ റിസ്ക് അല്ലേ? ദൈവത്തിന് വേണ്ടി ആ റിസ്ക് എടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നെഹമ്യാവിന്റെ എന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ 1-2 വാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. ഇൻഫാക്ട് ഈ നെഹമ്യാവിന്റെ പുസ്തകം മുഴുവനും പ്രാർത്ഥനയെ കുറിച്ചാണ്. ഈ മനുഷ്യനൊരു പ്രാർത്ഥനക്കാരനാണ്. അദ്ദേഹം അഭിമുഖീകരിച്ച സകല പ്രശ്നത്തിനും അദ്ദേഹത്തിന്റെ മറുപടി പ്രേ. ഇത് ഈ സഭ ഏറ്റെടുക്കണം. ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഏറ്റെടുക്കണം. അസാധാരണമായ, അസാധ്യമായി മനുഷ്യന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ ദൈവം ചെയ്യും, provided we are a praying people. Praise the Lord. കബ്ബേറർ കൺസ്ട്രക്ഷൻ ബിൽഡറായി മാറി. ഓക്കെ, അദ്ദേഹത്തെ ഈ കാര്യത്തിലേക്ക് തള്ളിവിട്ട കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആദ്യത്തെ 3 വാക്യങ്ങൾ ഇവിടെ പരസ്യമായിട്ട് പെട്ടെന്ന് വായിക്കാം. ആദ്യത്തെ 3 വാക്യങ്ങൾ. ഹക്കല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ. കിസ്ലേവ് മാസം എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബറിൽ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ, that was the capital of Babylon
ഓക്കെ. എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു പോയിന്റ് ഇവിടെ നമ്മൾ 1 മിനിറ്റ് നിൽക്കാം. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇത് വളരെ ട്രബിൾസമായിട്ടുള്ള യഹൂദ ജനം അനുഭവിക്കുന്ന ഒരു ഡിസ്ഗ്രേസിന്റെ വാർത്തയാണ്. സ്വന്തം സഹോദരൻ എന്ന് പറയുകയാണ്. എന്നിട്ട് 4-ാം വാക്യത്തിൽ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞെന്ന്. എല്ലാവരും ഇനി ഒന്ന് നോക്കണം ഇങ്ങോട്ട്. നാം പറയുന്ന വർത്തമാനം, വാക്കുകളാണ് ചിലരെ സ്പർശിക്കുന്നത്. ഞാനും നിങ്ങളും എങ്ങനെയാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്? ഇദ്ദേഹത്തിന് അറിയേണ്ടത് യെരൂശലേമിൽ എങ്ങനെയുണ്ട്, ശേഷിപ്പ് എങ്ങനെയുണ്ട്, കാര്യങ്ങളാ. ഹനാനി പറഞ്ഞ വാക്കുകൾ, ആ നേതാക്കന്മാരൊന്നും ശരിയല്ലെന്ന്, ഭയങ്കര പൊളിറ്റിക്സ് അവിടെ, അതും ഇതൊക്കെയാണ്. ഇതൊന്നുമല്ല, ആളുകളെ വിമർശിക്കുകയൊന്നുമല്ല. നമ്മുടെ സ്ഥിതി ഇതാണ്. നമ്മൾ ഇത് ആത്മീകമായി ചിന്തിക്കണം. ഞാൻ പറഞ്ഞതുപോലെ അവിടെ അക്ഷരികമായി മതില് എല്ലാം തകർന്നു കിടക്കുന്നു. അവർ നിന്ദിക്കപ്പെട്ടവരാണ്. ശത്രു ഏത് സമയത്തും അറ്റാക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് പുനഃസ്ഥാപിക്കാൻ പല പരിശ്രമങ്ങൾ നടത്തിയിട്ട് വിജയിച്ചില്ല. അങ്ങനെ നിന്ദിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ ഒരു വാക്കാണ് ഈ നല്ല ജോലിയുള്ള നെഹമ്യാവിനെ ശുശ്രൂഷയിലേക്ക് തള്ളിവിടുന്നത്. ഞാനിതിനകത്ത് മനസ്സിലാക്കുന്ന കാര്യം പറയാം. 2 പേരെ കാണുമ്പോൾ കുറ്റമല്ല പറയേണ്ടത്, വിമർശനങ്ങളല്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരാളെ മിനിസ്ട്രിയിലേക്ക് ഉന്തിവിടുന്ന അഭിഷേകമുള്ള ദൈവകൃപയുള്ള വാക്കാണ് പറയേണ്ടത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആളുണ്ട്. ഞാൻ പുരുഷനെന്നും സ്ത്രീയെന്നും പറയാതെ, മനഃപൂർവ്വം പറയാതിരിക്കുക, ഇവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം വളരെ യാദൃച്ഛികമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഇവിടെ ഒരാള് ആ ശുശ്രൂഷ ചെയ്യുന്ന ആളിനോട് പറഞ്ഞിരിക്കുക, നിങ്ങളെ ഈ സഭയിലൊന്നും ആർക്കും വലിയ കാര്യമൊന്നും അല്ലെന്ന്. What a word! ഞാനത് ഇങ്ങനെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ചോദിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി. അത് ഉള്ള മിനിസ്ട്രിയെ കൂടെ തളർത്തുന്നതാണ്. ഇങ്ങനെയുള്ള ബഹുവീരന്മാർ ഇതിനകത്തുണ്ട്. പിശാചിന്റെ ഏജന്റ് ആകരുത്. നോക്ക്, ദൈവം മഹത്വമെടുക്കുന്ന, നിന്നയെ മാറ്റുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ. അദ്ദേഹം യെരൂശലേമിൽ വന്ന് ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളെയെല്ലാം കൂടെ ചേർത്ത് ദൈവത്തിന്റെ ദർശനപ്രകാരം 52 ദിവസം കൊണ്ട് പണി തീർത്തു. എന്തോ നേതാവാണിത്! ചിലര് പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തെ മിനിസ്ട്രിയിൽ ഇറക്കിയത്. അദ്ദേഹത്തിൽ കരച്ചിലുണ്ടാക്കി, പ്രാർത്ഥനാ മുറിയിലേക്ക് ഉന്തിവിട്ടത് ചിലരുടെ വാക്കാണ്. ദൈവസഭയുടെ ആത്മീകമായിട്ടുള്ള ഏതെങ്കിലും പരാജയമുണ്ടെങ്കിൽ അത് നമ്മളെ പ്രാർത്ഥനയിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അത് മറ്റു ചിലരോട് പറഞ്ഞ് അവരിൽ ഉള്ള ഊർജം കൂടെ കെടുത്തുന്ന അന്യായ വാക്കുകൾ, അത് പിശാചിന്റെ ഏജന്റാണ്. നമ്മളറിയാതെ നമ്മൾ അതിനകത്താകും. പിശാചിന്റെ ഏജന്റായി മാറും. സഭയ്ക്കകത്തിരിക്കും, കയ്യും കൊട്ടും,
ഭയങ്കര ആത്മീയം ചമയും. യു ബിക്കം ആൻ ഏജന്റ് ഓഫ് ദ ഡെവിൾ. അതല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഒരു സിംഗിൾ കോൺവെർസേഷൻ affected the life of Nehemiah, and changed him forever. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകരോട് ഞാൻ ചോദിക്കട്ടെ, ആരൊക്കെയോ ദൈവവചനത്തിലൂടെ പ്രസംഗിച്ചപ്പോഴല്ലേ നിങ്ങളുടെ അകത്ത് ദൈവാത്മാവിന്റെ ഒരു സ്പാർക്ക് ഉണ്ടായിട്ട് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചത്? ഇറ്റ് ഈസ് ത്രൂ ദ വേർഡ്. നമ്മൾ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ മറ്റ് വേറെ ഉദ്ദേശമല്ല, കൈ കൊടുത്തുകൊണ്ട് നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ കൊണ്ട് ഒന്ന് രണ്ട് വാക്ക് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് സ്പർശിച്ച് പ്രാർത്ഥനാ മുറിയിലേക്ക് അവരെ കൊണ്ടുപോകും. അവരെ തളർത്തുന്ന വാക്കുകളല്ല, കൺഫ്യൂഷൻ ഇടുന്ന വാക്കുകളല്ല. ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് നെഹമ്യ എന്ന ആത്മീകനെയാ. അദ്ദേഹത്തിന് അറിയാം, ഇത്രയും നാളായിട്ട് മതിൽ പണിതില്ലേ, യൂത്ത് വർഷം എത്രയായി, എന്റെ ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയും. അദ്ദേഹം ഒരു പ്രാർത്ഥന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ദൈവം ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പണിയപ്പെടാത്ത പലതിനെയും പണിയുവാൻ ദൈവത്തിന് കഴിയും. നിന്ദകളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. സ്വർഗത്തിലൊരു ദൈവമുണ്ട്, ജീവനുള്ള ദൈവമുണ്ട്. ദൈവത്തിന്റെ ജനത്തിന്റെ പോരായ്മകളെയും നിന്ദകളെയും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കുന്ന നേതൃത്വം രംഗത്ത് വരട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു കൂടിവരവ് രംഗത്ത് വരട്ടെ, കൈകോർക്ക് പ്രാർത്ഥിക്കാൻ. ഈ ചർച്ചിന് വന്നിരിക്കുന്നതും പ്രയർലെസ്നെസ് ആണ്. I am telling, including leadership, we must return to the prayer closet. ഈ വർത്തമാനം കേട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കാം, നിങ്ങൾ ഏത് വർത്തമാനമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയുന്നത്? ആ പറയുന്നതാണ് അവരുടെ ഭാവി നിർണയിക്കുന്നത്. നിങ്ങൾ എന്താണ് ഇംപാർട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ കൊച്ചുമക്കളോട്, മക്കളോട് വാട്ട് ആർ യു ഇംപാർട്ടിങ്? വാക്കുകളിലാണ് വ്യാപരിക്കുന്നത് ഈ ദൈവകൃപ. ഒരു കോൺവെർസേഷൻ, രണ്ട് സഹോദരന്മാർ തമ്മിൽ കണ്ടപ്പോൾ ഒരു കോൺവെർസേഷൻ ഒരു മനുഷ്യന്റെ ഡെസ്റ്റിനി മാറ്റുകയാണ്. ദർശനം അവന്റെ അകത്ത് ദൈവം ഇടുകയാണ്. ഗൗരവമുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഉപസിച്ചു പ്രാർത്ഥിച്ചു കരഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ കണക്കിയാ കാണിക്കുക. 3-4 മാസം ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചു. അതാ സീരിയസ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. എന്താ നിങ്ങളുടെ പലരുടെയും കുഞ്ഞുങ്ങൾക്ക് മാറ്റമില്ലാത്തത്? എന്താ? വേണ്ടാത്ത കാര്യം വിളമ്പും വീട്ടിൽ. അവരുടെ ജീവിതത്തിൽ അവർ രക്ഷാനിർണയം പ്രാപിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഇതിനോട് ചേർന്ന് ഞാനൊരു കാര്യം പറയാം. ചില മാതാപിതാക്കൾക്ക് സമയമില്ല ഒന്നും പറയാം. രാവിലെ പിള്ളേർ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഞാൻ പോയി, പിള്ളേർ ഉറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് വന്നു. യു സ്പെൻഡ് യുവർ ടൈം വിത്ത് യുവർ ചിൽഡ്രൻ ആൻഡ് ടോക്ക് ടു ദം. പെന്തക്കോസ്ത് അവിടെ എങ്ങനെ, പെന്തക്കോസ്ത് ഇവിടെ എങ്ങനെ, അതങ്ങനെ ഇതങ്ങനെ, ദിസ് ഇസ് ഓൾ റൈറ്റ്. പറയേണ്ടത് we can, if we pray, build the wall. അധപ്പതിച്ച് കിടക്കുന്ന ആത്മീയതയെ കണ്ട് നിരാശപ്പെടുന്ന വാക്കുകളല്ല. നമ്മുടെ തലമുറയിൽ നമുക്കിത് ബിൽഡ് ചെയ്യാൻ കഴിയും. ഞാൻ എൻ്റെ സഹശുശ്രൂഷകരോട്, എൻ്റെ മകനോട് ഞാൻ പറയുന്നത്, ഡോണ്ട് കോംപ്രമൈസ് ദ വേർഡ്. ദൈവവചനം പറയേണ്ട ഒരു രീതിയുണ്ട്.
ആ രീതി വിട്ട് മനുഷ്യനെ സുഖിപ്പിക്കരുത്. നമ്മുടെ തലമുറയിൽ we can bring a change. കുഞ്ഞുങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം. പണമുണ്ടാക്കാനുള്ള ആ ഗ്രീഡാണ് പലരെയും മറ്റൊരു നിലയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. മാതാപിതാക്കൾ ക്വാളിറ്റി സമയം കുഞ്ഞുങ്ങളുമായി സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ വ്യത്യസ്തമാകുന്ന അഭിപ്രായങ്ങൾ കുത്തിവെക്കുന്ന ഒരു ഡിജിറ്റൽ മീഡിയ വ്യാപകമായിട്ടുണ്ടെന്നുള്ളത് മറന്നുപോകരുത്. നിങ്ങൾ പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ പറയാൻ വേറെ ആളുണ്ട്. ആത്മീകമായി ഡിറക്ഷനുകളിലേക്ക് ഇറങ്ങേണ്ടതിന് പകരം ഡൈവേർട്ട് ചെയ്യുന്ന പല അനുഭവങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. യു സ്പെൻഡ് ടൈം വിത്ത് യുവർ ഗേൾ ആൻഡ് വിത്ത് യുവർ ബോയ്. വി ഹാവ് ടു ബിൽഡ് ദ വോൾ. അവരോട് പറഞ്ഞു കൊടുക്കണം ആത്മീകമായി. മോനെ, കൃപാവരം ഒന്നും നിന്നു പോയിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കൃപാവരങ്ങളാൽ നമ്മളെ നിറയ്ക്കും. മോനെ, ആ പാസ്റ്റർ വീണു, ഈ പാസ്റ്റർ വീണു, അങ്ങനെ ഇത് വീഴുന്ന മാർഗമല്ല. അവരവരവരുടെ തെരഞ്ഞെടുത്തു. നമുക്ക് ഈ തലമുറയിൽ നിൽക്കാം. ആത്മാവ് നമുക്ക് തുണ നിൽക്കും. ദൈവം നമ്മുടെ മേൽ കൃപ പകരും. നമുക്ക് ഓട്ടക്കളത്തിൽ ഓടി പൂർത്തീകരിക്കാം. യു ബിൽഡ് ദ വാൾ. പ്രൈസ് ദ ലോർഡ്. ഇത് നാറ്റമായ കേസാണ്. വർഷങ്ങൾ എടുത്തിട്ടും അവിടെങ്ങും ആരും ബിൽഡ് ചെയ്യാൻ പോയി. ബിൽഡ് ചെയ്യാൻ ആരെങ്കിലും പോയ ഉമാർ ഉഴപ്പും. ശത്രുക്കൾ വന്ന് ഉഴപ്പ് വിടും. കാരണം ഇതെല്ലാം കൂടെ നേരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ശത്രുവിനകത്ത് പ്രവേശനമില്ല. ഏത് സമയത്തും ശത്രുവിനകത്ത് പ്രവേശനം വേണമെങ്കിൽ ഇതിങ്ങനെ കിടക്കണം. അതിൻ്റെ നടുവിൽ ഒരു വർത്തമാനമാണ് ഒരു മനുഷ്യനെ പ്രാർത്ഥന മുറിയിലേക്ക് കൊണ്ടുപോയത്. ഇത് നമുക്ക് ഇന്ന് പകൽ പ്രത്യാശ നൽകണം. ഞാൻ പ്രാർത്ഥിച്ചാൽ അപ്പോൾ ചില കാര്യം നടക്കുമോ? അതെ സഹോദര, പറഞ്ഞു വരുന്നത് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. ദൈവത്തിന്റെ പദ്ധതിയാണ് ഉണർവ് വരിക എന്നുള്ളത്. പക്ഷെ പ്രാർത്ഥനയിലാണ് നടക്കുന്നത്. പ്രാർത്ഥിക്കാതെ ഉണർവ് വരില്ല. പ്രാർത്ഥിക്കാതെ വചനം ശോഭിക്കില്ല. പ്രാർത്ഥനയിലാണ് സകലതും നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ പല പ്രാർത്ഥനക്കാരെ കണ്ടു. ആവേശമേ ഉള്ളായിരുന്നു, പ്രയർ ഇല്ലായിരുന്നു. നിങ്ങൾ നോക്ക്, ഞാൻ ഇരുന്ന് കരഞ്ഞെന്ന് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇമോഷൻസിനെ, വികാരത്തെ കൺട്രോൾ ചെയ്യാൻ വയ്യ. എന്നാ വല്ലതും വീട്ടിൽ വല്ലതും സംഭവിച്ചോ? വീട്ടിലല്ല, യെരുശലേമിൽ. ബ്രദർ യെരുശലേം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ബ്രദർ ജനിച്ചതും ജീവിക്കുന്നതും എല്ലാം പ്രവാസത്തിലാണ്. സ്വന്തം നാടിനെ കുറിച്ച് കേട്ടു, ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് കേട്ടു, ദൈവം കൊടുത്ത ദേശത്തെക്കുറിച്ച് കേട്ടു. ഇരുന്നങ്ങ് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇരുന്ന് കരഞ്ഞു. ഇതാണ് ശരിക്കും ഉള്ള കൺസേൺ. അപ്പോൾ 3-ാം വാക്യം ഇനിയൊന്ന് വായിക്കണം. 3-ാം വാക്യം വായിക്കണം. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും. മതി. 2-ാം വാക്യം. എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചപ്പോഴാ ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞത്. നമ്മളും പലരോട് പലതും ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് സഭയൊക്കെ സന്തോഷമായിരിക്കുന്നു? എന്താ പറയാനാ, പണ്ടത്തെ നമ്മളത് ആ മറുപടി കേട്ടുപോലും ഇല്ല. പിന്നെ നമ്മളെന്തിനാ ചോദിച്ചു? ചുമ്മാ എന്തായാലും ഒന്ന് ചോദിക്കണ്ടേ? ഇതങ്ങനെ ചോദിച്ചതല്ല. ഹി വാസ്
ട്രൂലി കൺസേൺഡ്. ട്രൂലി കൺസേൺഡ് ആയതുകൊണ്ടാണ് മറുപടി കേട്ടപ്പോൾ കരയാൻ തുടങ്ങിയത്. ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച്, അവരുടെ സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് തമാശ അല്ല, സമയം പോകാൻ വേണ്ടിയല്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ, അതിനല്ല, കാര്യമായി ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഈ വർത്തമാനം കേട്ടപ്പോൾ he couldn't control himself, started to mourn and weep എന്ന് പറഞ്ഞാൽ it was a strong sadness. 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യത്തിൽ രാജാവ് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റി? നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ, മനോവേദനയാ നിനക്ക്? രാജാവിന്റെ മുൻപിൽ അങ്ങനെ നിന്നുകൂടാ, തല പോകുന്ന ഇടപാടായത്. അപ്പൊ കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ഒരു ദുഃഖം തന്റെ അകത്തുണ്ടായി. പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ നമുക്കങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? He was so concerned. ഇതാണ് പ്രയറിൽ വരേണ്ടത്. ഒരു ഇൻഫർമേഷൻ കേട്ടത് ഹൃദയത്തെ സ്പർശിച്ചു, അത് കരച്ചിലേക്ക് നയിക്കുകയാണ്, പ്രാർത്ഥനയിലേക്ക് നയിക്കുകയാണ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ് 4-ാം അധ്യായത്തിന് 1-ാം വാക്യം, കുറെ നാളെന്ന് എഴുതിയിരിക്കുന്നല്ലേ. 4-1 വായിച്ചേ പൂർണ്ണമായിട്ട്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട്. കുറെ നാൾ, 1-1 ഞാൻ പറഞ്ഞു നവംബർ ഡിസംബറിലാണെന്ന് അല്ലേ. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നീസാൻ മാസത്തിൽ, ദാറ്റ് ഈസ് ഇൻ ഏപ്രിൽ, ഒരു 4-5 മാസം he was weeping and crying and praying. എന്തോ കിട്ടാനാ ബ്രദറെ, 4 മാസം വരെ കരഞ്ഞോണ്ടിരുന്ന് പ്രാർത്ഥിക്ക. ബ്രദറെ, 52 ദിവസം കൊണ്ട് ഇത് ചുമ്മാതെ പണിതല്ല, മനസ്സിലായോ? നാളുകളായി ശത്രു ഉഴപ്പിയിട്ടിരുന്ന ഈ മതിലിനെ 52 ദിവസം റെക്കോർഡ് സമയത്തിനുള്ളിൽ പണിയുന്നതിന് ഫൗണ്ടേഷൻ ഇടുന്നതായി പ്രയർ. It is not waste of time. Nehemiah knew his God. Hallelujah. നമുക്ക് നമ്മുടെ 21-ലേക്കൊക്കെ മടങ്ങി വരണം, 40-ലേക്ക് മടങ്ങി വരണം, ആഴ്ചതോറുള്ള ഉപവാസത്തിലേക്ക് മടങ്ങി വരണം. വർഷങ്ങൾ we were a praying people. ദൈവം നമ്മളെ വിളിക്കുന്നത്, വ്യക്തിപരമായി എന്നെ വിളിക്കുന്നത്, നിങ്ങളെ എല്ലാവരെയും വിളിക്കുന്നത്, സഭയായി നമ്മളെ വിളിക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമൂഹമാകാനാണ്. അങ്ങനെ ഉള്ളവർക്ക് എന്തെങ്കിലും ഈ തലമുറയിൽ ചെയ്യാൻ കഴിയും. ഈ തലമുറയിൽ മതിലുകൾ ഇടിഞ്ഞു പോകുന്നു. ശത്രു കയറി ഏത് സമയത്തും അറ്റാക്ക് ചെയ്യുന്ന അനുഭവങ്ങൾ പലയിടങ്ങളിലും ആയിക്കഴിഞ്ഞു, ഇവിടെയുമാകുന്നു. മതിലുകൾ പണിയണം. ഒറ്റക്കെട്ടായി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ മതില് പണിയുകയാണ്. വിഷയത്തിന്റെ ഗൗരവം സഭയ്ക്കും മുഴുവനും ബോധ്യമായി. പുരോഹിതൻ പണിയാനുണ്ട്, തട്ടാൻ പണിയാനുണ്ട്, സ്ത്രീകൾ പണിയാനുണ്ട്, സകലരും ഒറ്റക്കെട്ടായി പണിയാണ്. We have a big job to do. പെന്തക്കോസ്റ്റിന്റെ തനിമയിലേക്ക്, അപ്പോസ്തല പ്രവർത്തികളിൽ നാം കാണുന്ന മാതൃകയിലേക്ക് നമ്മൾ മടങ്ങി വരണം പ്രിയരേ. അതിന്റെ തുടക്കമാണ് നിലവിളിയും കരച്ചിലും. ഇത് നമ്മുടെ അകത്ത് വേദനയായി മാറണം. വിമർശിച്ചു പോകാം നമുക്ക്. ആ പാസ്റ്റർ വീണു, ഈ പാസ്റ്റർ വീണു, അവരൊട്ടും ഗുണമല്ല, ഇവരൊട്ടും ഗുണം, പിന്നെ ആരുടെ ഈ ഗുണം? ഇത് വേദനയായി മാറണം, ഇത് കരച്ചിലായി മാറണം, ഇത് പ്രാർത്ഥനയായി മാറണം. അങ്ങനെ ഉള്ളവർക്ക് ദൈവം വഴി തുറക്കും, അനുകൂല സാഹചര്യങ്ങൾ തുറക്കും. കുറെ നാൾ, 6-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നോക്കിക്കേ. നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്ക.
He prayed night and day, continuously. എന്താ സാറേ, ജോലി പോയോ? ജോലി പോയതല്ല, വലിയ പൊസിഷനിലാണ്. കമ്പയർഡ് ടു ദ കിങ്, അതിനേക്കാൾ വലുതാണ് കിങ് ഓഫ് കിങ്സിന്റെ പ്രശ്നം, വിഷയം. ദൈവത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ദൈവത്തിന് ഭൂമിയിൽ സഭയെ വേണം, ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യരെ വേണം. God does his purposes through his people who pray. എൻ്റെ പ്രിയപ്പെട്ട, എനിക്കറിയത്തില്ല ഇത് എത്ര പേർക്ക് മനസ്സിലാകുന്നത് തന്നെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയാണ്, ദൈവവചനത്തിലൂടെ പറയാണ്. ഒരാളിന്റെ ഉള്ളിൽ കത്തിയാൽ മതി, God will use that person. Four months എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വേസ്റ്റ് ഓഫ് ടൈം. അതുകൊണ്ടാണ് റെക്കോർഡ് ടൈമിനുള്ളിൽ ഇത് തീർക്കുന്നത്. 4-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗം നോക്കി. ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, അവിടെ ഞാൻ പ്രാർത്ഥിച്ചു 12 തവണ ഈ പുസ്തകത്തിനകത്ത് പ്രാർത്ഥിച്ചു. 2-ന്റെ 4, 4-ന്റെ 4, 4-ന്റെ 9, 5-ന്റെ 19, 6-ന്റെ 9, 6-ന്റെ 14, 9-ന്റെ 5, 13-ന്റെ 14, 13-ന്റെ 22, 13-ന്റെ 29, 13-ന്റെ 31. ഇവിടെ എല്ലാം പ്രയർ. നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത ഓപ്പൺസ് ആൻഡ് എൻഡ്സ് വിത്ത് പ്രയർ. 2 കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ് പറയാം. ദിസ് മാൻ വാസ് എ മാൻ ഓഫ് പ്രയർ. അപ്പോൾ പ്രയർ എന്ന് പറയുമ്പോൾ തന്നെ ഈസ് എ മാൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണ് നെഹമ്യാവ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദർശനത്തെക്കുറിച്ച് എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്ക്. ദൈവം നിങ്ങൾക്ക് ദർശനങ്ങൾ തന്നിട്ടുണ്ട്. ദർശനം അത് ആദ്യമായിട്ട്, അതെങ്ങനെയാ പാസ്റ്ററെ, നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴാണ്? അതല്ല ഈ പറയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്നുള്ളത് ബോധ്യമായിട്ടുണ്ടോ? ഒരു വിഷൻ നിങ്ങൾക്കുണ്ടോ? പലർക്കും അത് കാണുകയില്ല. അങ്ങനെ ഇല്ലെങ്കിൽ യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് യുവർ ടൈം ഓൺ എർത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദർശനമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇറ്റ് ഈസ് സോ ബിഗ്, എനിക്ക് അങ്ങനെ എൻ്റെ ഉള്ളത്തിൽ ഇരിക്കുന്നത്? ദൈവത്തിന് തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെ ഉണ്ടോ? എന്നാൽ നിങ്ങൾ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കണം, ദൈവം അത് ചെയ്യും. കാരണം ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നത്, നിന്റെ ഉള്ളത്തിൽ ദൈവം ഇട്ടിരിക്കുന്നത്, നീ പ്രാർത്ഥിച്ചാൽ God wants to do that. Is your vision so big that only God can accomplish it? You better pray, sister. You better pray, brother. എന്നാൽ നിങ്ങൾക്ക് തോന്നുകയാണ്, അങ്ങനെ നമ്മളിപ്പോൾ പിടിച്ചു വെച്ചോ, അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കണ്ട, നമുക്കത് ചെയ്യാം. പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ പാസ്റ്റർ പറഞ്ഞു 4 മാസം എന്ന കാര്യം ചെന്നു അങ്ങനെ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വിഷൻ അത്രയേ ഉള്ളൂ. വിഷൻ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പിടിയിൽ ഒതുങ്ങുന്ന സംഭവമേ ഉള്ളൂ നിങ്ങൾക്ക്. യെശയ്യാപ്രവചനം 40:31 പ്രാർത്ഥനയിൽ എന്തുണ്ടാകും? എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുന്ന ആളുകൾ, പ്രയറാണ് ഈ സ്ട്രെങ്ത് തരുന്നത്. ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ റിന്യൂവൽ ഓഫ് സ്ട്രെങ്ത്, ആത്മിക കരുത്ത് പുതുക്കപ്പെടും. നേരത്തെയൊക്കെ
വീഡിയോ എല്ലാം ഓൺ ചെയ്ത് പ്രാർത്ഥിക്കത്തില്ല, അന്നും പ്രാർത്ഥിക്കാൻ വന്ന് ഇരിക്കുമായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? പിള്ളേരുടെ ട്യൂഷനും ഒക്കെ ഇല്ലേ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ പാസ്റ്റർ? പിള്ളേരെ തന്ന ആരാ? അല്ല, അത് ദൈവമാണ്. ബുദ്ധിയും കാര്യമൊക്കെ അവർക്ക് കൊടുത്താരാ? അത് ദൈവമാണ്. അപ്പൊ ഇപ്പൊ ദൈവം തന്ന നന്മ ആത്മീക കാര്യത്തിന് തടസ്സമായി. പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേറെ ഒരു ദേശത്തായിരുന്നപ്പോൾ എൻ്റെ ഭാര്യ ഈ പിള്ളേർ രണ്ടുപേരെയും കൊണ്ട് ഉള്ള മീറ്റിങ്ങിനെല്ലാം പോകും. നടന്ന് പോകുന്ന 500 കിലോമീറ്റർ നടക്കുമായിരുന്നു. ഞാനൊരു ദിവസം പറഞ്ഞു, രാത്രിയിലത്തെ മീറ്റിങ്ങിനൊന്നും പോകണ്ട, പിള്ളേരൊക്കെ ഇല്ല, രാവിലെയൊക്കെ ആണെങ്കിൽ പോകണം. അന്ന് എഴുത്തുകൾ അവള് തിരിച്ചൊരു എഴുത്തയച്ചു, പിള്ളേരാ തടസ്സമെങ്കിൽ ദൈവം അതങ്ങ് എടുത്ത് തടസ്സം നമ്മുടെ മാറ്റട്ടെ. ഞാൻ പറഞ്ഞു, എവിടെ വേണേ പൊക്കൂ, യോഗത്തിന് പൊക്കൂ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പൊക്കൂ, നോ പ്രോബ്ലം. പിള്ളേരാ തടസ്സം പലർക്കും, പിള്ളേരാ തടസ്സം അല്ലേ ആത്മീകതയ്ക്ക്. എൻ്റെ സ്വന്തം ഭാര്യ ചോദിച്ചതാ, തടസ്സം ദൈവമാണോ മാറ്റിയ? ഞാൻ പറഞ്ഞു, ഇനി ചുപ്പ് വരണമല്ല, എല്ലാവരും പിള്ളേരെ കൊണ്ട് വരണം. പിള്ളേർ ഒച്ചയൊക്കെ ഉണ്ടാകും, അത് നമ്മളൊരു ക്രമീകരണമൊക്കെ ചെയ്ത് ശാന്തമാക്കിയാൽ മതി. യു നീഡ് ടു ബിക്കം മെൻ ആൻഡ് വുമൻ ഓഫ് പ്രയർ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് മാനസാന്തരപ്പെടുക. ലോർഡ്, ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് യു. നിങ്ങൾ ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ എക്സാമ്പിള്, അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയിൽ യെരുശലേം സഭയുടെ നേതൃത്വത്തിന്റെ എക്സാമ്പിള്, ജീസസിന്റെ എക്സാമ്പിൾ, ശിഷ്യന്മാരുടെ എക്സാമ്പിൾ, ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിയാൽ they were praying people. Leadership must be praying people. ഞാൻ ഇവിടെയുള്ള ചില നേതാക്കളെ വാച്ച് ചെയ്തിട്ടുണ്ട്. I have never seen them praying. മറുവശം പറയാം, they don't need to pray by showing me. അല്ലേ? ഇതല്ലേ അതിന്റെ ബാലൻസ്. നേതൃത്വം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പോളിന്റെ പ്രാർത്ഥന ലൈഫിനെ കുറിച്ച് ഞാനത് പറയുന്നില്ല, ഇഷ്ടം പോലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ലൈഫിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. നഹമായ വാസ് എ പ്രേയിങ് മാൻ. ഇനി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലേക്ക് 4:1 വാക്യമാണ്, ഒന്ന് വായിക്കാമോ? അത് പൂർത്തീകരിച്ച്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, നഹമ്യായ്ക്ക് യെരുശലേമിൽ വന്നിട്ടില്ല. He knew his God. സ്വർഗത്തിലെ ദൈവം തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് പ്രവാസത്തിലായിരിക്കുന്ന അവിടെ കാണുന്ന അന്യ ദൈവത്തെ പോലെ ഒരു വിഗ്രഹമല്ല എന്റെ ദൈവം. He is a God enthroned in heaven. മറുപടി തരുന്ന ജീവനുള്ള ദൈവം. എന്ത് എൻകറേജ്മെന്റാ! I have a God who controls history. സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, 5-ാം വാക്യത്തിന്റെ 1-ാമത്തെ ഭാഗമാണ്. സ്വർഗത്തിലെ ദൈവമായ ആ പദപ്രയോഗം ഗോഡ് ഓഫ് ഹെവൻ, ശരിക്കും അതിന്റെ അർത്ഥം എന്താ? ഗോഡ് ഓഫ് ഹെവൻ ദൈവത്തിന്റെ സർവാധിപത്യത്തെ കാണിക്കുന്ന പ്രയോഗമാണ്. ഗോഡ് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ. യഹോവേ അതെന്താ കാണിക്കുന്നത്? ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിൽ നിൽക്കുന്ന ദൈവം. ആ ദൈവം സർവാധിപത്യമുള്ള ദൈവം. ആ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. മഹാനും ഭയങ്കരനുമായ ദൈവമേ, ഗ്രേറ്റ് ആൻഡ് ഓവ്സം ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ?
എന്റെ ദൈവം ആരാണ്? He is an all powerful majestic God. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതവും കുടുംബവും അസാധ്യമായി നമ്മുടെ ദൈവത്തിന് ഒന്നുമില്ല. മനസ്സ് മടിച്ച ഇന്ന് പകൽ മടങ്ങിപ്പോകരുത്. നോക്കിയ വാക്കുകൾ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, മഹാനും ഭയങ്കരനുമായ ദൈവമേ, എന്റെ മക്കളെ നിയന്ത്രിക്കുവാൻ, കൊച്ചുമക്കളെ നിയന്ത്രിക്കാൻ, അയൽവക്കക്കാരനെ നിയന്ത്രിക്കാൻ, രാഷ്ട്രീയക്കാരനെ നിയന്ത്രിക്കാൻ, ഏതാളിനെ നിയന്ത്രിക്കാൻ, ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്. ആ ദൈവം നമ്മുടെ ദൈവമാ. എങ്ങനെ? യേശുക്രിസ്തുവിലൂടെ we are reconciled with this mighty God. Hallelujah. അങ്ങനെയാണ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. അപ്പൊ നെഹമ്യാവ് കൃത്യമായിട്ടും ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് തനിക്കുണ്ട്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ആ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ നീയെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ എൻ്റെ പിതാവിനോട് ചോദിച്ചു, എൻ്റെ കൊച്ചിലെ, why are people calling God നീ and all this stuff? എൻ്റെ പിതാവ് അതിന് കറക്റ്റ് മറുപടി തന്നു. എന്നോട് പറഞ്ഞു, മോനെ, അത് മലയാളത്തിൽ നിന്നുള്ള തർജിമ അങ്ങനെയാണ്, അതുകൊണ്ടാണ്. ഈ മഹാനും ഭയങ്കരമായ ദൈവത്തെ ചില വിളിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇത് ആരെയാ വിളിക്കുന്നത്? ചിലർ തിരിച്ച് വഴക്ക് പറയുന്ന പോലൊക്കെ, അയ്യോ, ഇങ്ങനൊരു ദൈവത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? He is a God in heaven, sovereign, mighty, awesome, all powerful, creator. ഞാനിവിടെ ഭാര്യമാരോട് ചോദിക്കുക, തൻ്റെ ഇടം ഉണ്ടോ ഭർത്താക്കന്മാരെ കയറി നീ എന്നാണ്? ഞാനിവിടെയുള്ള പുരുഷന്മാരോട് ചോദിക്കുക, നമ്മുടെ പപ്പായും മമ്മിയും ഒക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, 80 വയസ്സ് 90, എന്നാടാ ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ നമുക്ക് തന്നെ ഒരു, യോ, അങ്ങനെ ആരെങ്കിലും വിളിക്കുമോ? എന്ത് മോശമാ, ഫസ്റ്റ് എങ്ങനെയാണോ? അല്ല, ഇതല്ലേ ദൈവത്തെ വിളിക്കുന്നേ, ഇങ്ങനെയല്ലേ ദൈവത്തെ വിളിക്കുന്നേ? Yeah, I agree that you don't mean it. നിങ്ങൾ അങ്ങനെ അർത്ഥമാക്കിയല്ല, ഇതൊരു പരിചയമായി പോയി. തിരുത്താൻ കഴിയുമല്ലോ, ഇല്ലേ? എല്ലാം തിരുത്താൻ ഒക്കും. ഇപ്പൊ ചാടിത്തുള്ളി അമേരിക്കയിൽ ഒരു വിസ എന്നും പറഞ്ഞ് അവിടെ പോയാൽ ഇവിടെ ജീവിച്ച പോലെ അല്ലല്ലോ, അല്ലേ? തിരുത്തത്തില്ലേ? യാ അതുമൊക്കെ തിരുത്തും, എല്ലാം തിരുത്തും. തിരുത്താൻ ഒക്കാത്ത എന്താ ഇപ്പൊ ഇത്? അപ്പൊ പാസ്റ്റർ എങ്ങനെയാ പറയേണ്ടത്? അങ്ങ്, അവിടുത്തെ. നമ്മുടെ പാട്ടുകൾ മിക്കവാറും എല്ലാം ഈ നീയാണ്. എന്റെ ചിന്തയിൽ ഡിസ്റെസ്പെക്ട്ഫുൾ. നമ്മളിവിടെ പാട്ട് പാടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് പലതും തിരുത്തി, പിന്നെ എല്ലാമല്ല. അതുകൊണ്ട് ചിലപ്പോൾ ആ നിലയിൽ പാടി പോകുന്നുണ്ട്. എനിക്കറിയാം നമ്മൾ ആരും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടല്ല ഉപയോഗിക്കുന്നത്. ആരാണ്ട് ഇവിടെ ചെയ്തത് പാപമായി പോയി എന്ന അർത്ഥത്തിലല്ല, പക്ഷെ വി ക്യാൻ ചേഞ്ച്. കാരണം ഇത് മഹാദൈവമാണ്. വി ലവ് അവർ ഗോഡ്, വി റെവർ അവർ ഗോഡ്. ഈ ചിലപ്പോ ഈ തിയോളജി അങ്ങ് മാറി അതിന്, ഓ ദൈവം എനിക്ക് ഡാഡിയാ, ഞാൻ ചിലപ്പോൾ ദൈവത്തിനെതിരെ കോപിക്കും. ഒരു വിവരവും ഇല്ല കേട്ടോ. ദൈവം ഡാഡിയും പപ്പായും ഒക്കെയാ, പക്ഷേ സ്വർഗസ്ഥനായ പിതാവാ. യു ഹാവ് ടു റിവർ ഗോഡ്. അല്ല, ഇവിടുത്തെ പപ്പായോടുള്ള തോണ്ടിക്കളിയൊന്നുമല്ല. സന്ദർഭവശാൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വിളിച്ചു 5-ാം വാക്യം 2-ാം ഭാഗം.
നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്നു. നിങ്ങൾ കണ്ടോ, തുടങ്ങിയത് നിന്നെ എന്നും പറഞ്ഞ അവിടെ. അതാ മലയാളം തർജ്ജിമയാണ്. അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? യു ആർ എ ഗോഡ് ഹു കീപ്സ് യുവർ വേർഡ്. ഓ, എന്തൊരു വെളിപ്പാടാ ദൈവത്തെ കുറിച്ച്. അപ്പൊ എങ്ങനെയാ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സും ദൈവം ആരാണെന്ന് അറിയുന്നത്? വചനത്തിലൂടെ. അമ്മമ്മേ, അച്ഛാ, വചനത്തിലൂടെ. വചനം വേണ്ട, എന്തിനോ വചനം. അതിനകത്തൂടാണ് നമ്മുടെ ദൈവം ആരാന്നറിയുന്നത്. അങ്ങ് കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന ദൈവം. എന്നിട്ട് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നെഹമ്യാവിന്റെ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഏറ്റുപറച്ചിൽ, പാപം ഏറ്റുപറയുക. വല്ലതും നടക്കണോ? മതില് പൊങ്ങണോ? എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ദൈവം ആരാണ്? ആ ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ആ ദൈവ മുൻപാകെ ഏറ്റുപറയുക. ഏറ്റുപറയുമ്പോൾ ചില വാക്കുകൾ, അങ്ങയുടെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും അങ്ങയുടെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ അങ്ങയോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് അങ്ങയുടെ ചെവി ശ്രദ്ധിച്ചും അങ്ങയുടെ കണ്ണ് തുറന്നുമിരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ പുസ്തകം മുഴുവൻ നോക്കിയാൽ നെഹമ്യാവ് ഏതാണ്ട് പാപം ചെയ്തായിട്ടൊന്നും അവിടെ നിന്ന്. As a person he is a sinner, I do admit that. പക്ഷെ അവിടെ എന്തായാലും പ്രത്യേകം എല്ലാവരും കല്യാണം വേറെ കഴിച്ചപ്പോൾ നെഹമ്യാവും 2 സ്ത്രീകളിട്ട് അങ്ങനൊന്നും എഴുതിയിട്ടൊന്നുമില്ല. പക്ഷെ അവര് ചെയ്യുന്ന പാപം നെഹമ്യാ ചെയ്യുന്നതായിട്ട് എടുക്കുകയാണ്. ഞങ്ങൾ പാപം ചെയ്തു. ദൈവസഭയിൽ എന്തെങ്കിലും വിഷയമുണ്ടപ്പം അവൻ ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ കൃപ വിട്ടു, അവിടുത്തെ വചനങ്ങൾ തിരസ്കരിച്ചു. We have sinned. ഏറ്റെടുക്കുക. നെഹമ്യാവിന്റെ മാതൃക കണ്ടോ നിങ്ങൾ? അങ്ങയുടെ ചെവി ശ്രദ്ധിച്ചും അങ്ങയുടെ കണ്ണ് തുറന്നുമിരിക്കണമേ. ദൈവത്തിന്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. 1 രാജാക്കന്മാർ 8:29 വായിക്കണ്ട. 2 ദിനവൃത്താന്തം 7:14 എല്ലാവർക്കും കാണാതറിയാമല്ലോ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. Let my people humble. How do we humble, pastor? In prayer, confessing sin, in humility, in fasting. Praise the Lord. 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇത് പറയാൻ ഒക്കുമോ സഭയായിട്ട്? We have sinned. നമ്മളൊന്ന് ചിന്തിച്ചേ, പെന്തക്കോസ്റ്റായിട്ട് കുറ്റം പറഞ്ഞു പോകരുത്. ഞങ്ങൾ പാപം ചെയ്തു. Praise the Lord. ഈ ചർച്ചിനോടുള്ള ബന്ധത്തിൽ നമുക്കിത് പറയണം. See, we are the body of Christ. ഒരു കുടുംബമാണ്. ഇതിനകത്ത് ഒരാൾ ഇടറുമ്പോൾ we have sinned. Praise the Lord. 7-ാം വാക്യം വായിക്കാം. ഞങ്ങൾ അങ്ങയോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. അങ്ങയുടെ ദാസനായ മോശയോട്
അങ്ങ് കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. 8 മുതൽ 10 വരെ കൂടെ അങ്ങ് വായിച്ചു. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാകട്ടോ. എന്നിട്ട് എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെ എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച്. ദൈവത്തിന്റെ വാഗ്ദത്തം കണ്ടോ? എനിക്കന്ന് സന്തോഷം കൊണ്ട് നിറയാ. പാപം ചെയ്താൽ പറപ്പിക്കും, അനുദപിച്ചാൽ ഏതറ്റത്താണേലും ഞാൻ മടക്കിക്കൊണ്ടുവരാം. What a mighty God! അത് ഏറ്റു പറയാ. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. താഴോട്ട് വരും, ഒരു പ്രധാനപ്പെട്ട വാക്ക് അവിടെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ വാക്കൊക്കെ ഉണ്ടോ? ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്ന് പറഞ്ഞാ എന്താ? ഒരെണ്ണത്തെ വിടത്തില്ല. മാതാപിതാക്കളെ, നമ്മളെ മക്കളെയൊക്കെ ഓർത്തിങ്ങനെ ഇതൊക്കെ വെച്ച് പ്രാർത്ഥീര്, ദൈവസഭയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥീര്. മോളെ വായിച്ചേ. ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. ആ വാക്ക് ഓർക്കണമേ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു കീ വേർഡാണ്. അങ്ങിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ വചനം ഓർക്കണമേ. എന്താ ദൈവം മറന്നുപോയോ? ദൈവം ഒന്നും മറന്നിട്ടില്ല. ആ നിലയിലല്ലേ ഓർക്കുക എന്ന് പറയുന്നത്. ദൈവിക വാഗ്ദത്തങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓർക്കണമേ. 1:8, 4:14, 5:19, 6:14, 13:14, 13:22, 13:29, 13:31, ഇവിടെയെല്ലാം റിമെമ്പർ, ഓർക്കണമേ. Lord, you made a promise to Moses and this nation. I ask you now to make good on it. അതുപോലെ ചെയ്യണമേ. Hallelujah. Praise the Lord. ഈ ചർച്ചിനോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ മറക്കരുത്. നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ് അത് മുഴുവനും ദൈവം ചെയ്യും. അങ്ങ് വാക്ക് പറഞ്ഞാൽ അങ്ങ് വിശ്വസ്തനാണ്. നാം ആ ദൈവകൃപയിലേക്ക് വരണം. നമ്മൾ ആ താഴ്മയിലേക്ക് വരണം. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ധാരാളമായി അവിടുന്ന് ക്ഷമിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. മോളെ 11-ാം വാക്യം കൂടെ വായിച്ചു. വി വിൽ സ്റ്റോപ്പ്. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും അങ്ങ് വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവേ, അങ്ങയുടെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന തന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുൻപ്, ഈ മനുഷ്യനോ, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ രാജാവിനെ വിളിക്കുക ഈ മനുഷ്യനും. എന്താ? രാജാവിനോട് റെസ്പെക്ട് പറഞ്ഞുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്ന. ആരാ? രാജാതി രാജാവാ. ഈ മനുഷ്യന്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹനൻ ആയിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് നമ്മൾ ഒരിക്കൽ സഭയായിട്ട് ഈ ചാപ്റ്റേഴ്സിലൂടെ ഒക്കെ പോയതാണ്. നിങ്ങൾ 2nd ചാപ്റ്റർ തൊട്ട് വായിച്ചോണം. 6ാമത്തെ ചാപ്റ്ററിലാണ് ഇതതിൻ്റെ തുടക്കമായിരുന്നു. ഉടനീളം പ്രാർത്ഥിച്ചു. 52 ദിവസം കൊണ്ട് മതിൽ പണിതു. ദൈവസഭ പ്രയോജനപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കണം. കുടുംബങ്ങൾ പ്രയോജനപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ വെറുതെ സാധിക്കത്തില്ല. വെറുതെ നമുക്ക് നാമധേയമായി പ്രാർത്ഥിക്കാം. വേദന നമ്മുടെ അകത്ത് വരണം. ആത്മീകമായ ശുഷ്കിച്ച അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ആത്മീകന് വേദന വരും. അത് നമ്മളെ പ്രാർത്ഥനാ മുറിയിലേക്ക് നയിക്കണം. പ്രാർത്ഥനയുടെ മറുപടിയായി എന്താ സംഭവിച്ചെന്നറിയാമോ? എന്താ സംഭവിച്ചു? വഴി തുറന്ന എങ്ങനാ? ഈ 3-4 മാസം പ്രാർത്ഥിച്ച മനുഷ്യനോട് രാജാവ് അങ്ങോട്ട് ചോദിക്കുക, എന്താടേ, ഞാൻ എന്തോ ചെയ്യണം നിനക്ക്? എന്തോ ചെയ്യണമെന്ന് രാജാവോ? ആൻഡ് ഹി പ്രൊവൈഡഡ് എവ്രിതിങ്. അത് നെഹമ്യാവിന് ചെയ്യാനൊക്കത്തില്ല. ദൈവത്തിന്റെ കയ്യിലാണ് രാജാക്കന്മാരുടെ ഹൃദയം.
and he turns it as he wills. Praise the Lord. ഒരു കോൺഫിഡൻസ് ഇന്നുണ്ടാകണം. ഐ ആം ഗോയിങ് ടു പ്രേ. ഒരു ഉണർവുണ്ടാകണം. ദേശം വിടുവിക്കപ്പെടണം. മതിൽ പണിയണം. പ്രൈസ് ദി ലോർഡ്. ലോകമകത്ത് കയറരുത്. വിശുദ്ധിയുടെയും വേർപാടിന്റെയും പ്രാർത്ഥനയുടെയും മതിലുകൾ പൊങ്ങണം. ദൈവവചനത്തെ നിന്ദിച്ച് പുച്ഛിക്കരുത്. ഇവിടെ വചനമാണ് വേണ്ടത്. വചനത്തിലൂടെയാണ് ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എത്ര പേര് സമ്മതിക്കും പണ്ടത്തെ പോലുള്ള പ്രാർത്ഥന വീര്യം, ആ മൂർച്ച നഷ്ടപ്പെട്ടു എന്ന് സമ്മതിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട്. നമുക്ക് ചേർന്ന്, ഞാൻ നിങ്ങളെയല്ല കുറ്റപ്പെടുന്നത്, അതിൻ്റെ ഒന്നാമത്തെ ആള് ഞാൻ തന്നെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. റൈറ്റ്? നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യോഗങ്ങളിലെല്ലാം പ്രാർത്ഥിക്കാം. രാവിലെയും വൈകിട്ടും ഇന്റർസെസറി പ്രയറിനായി വരുന്ന ബഹുമാന്യരായ ആളുകളെ വിശേഷാൽ അഭിനന്ദിക്കുന്നു. പക്ഷെ നമുക്ക് ചൂടേറിയ പ്രാർത്ഥനയിലേക്ക് ഇറങ്ങണം. കാര്യഗൗരവത്തിലേക്ക് ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഒരു വലിയ വിസിറ്റേഷൻ നമുക്കുണ്ടാവും. താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല, ഭാവി എല്ലാം തൻ കൈയിലൻ ഓർത്താ എത്ര ധന്യമേ ഈ ലോകം.